ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വൈക്കത്ത് പോയി കുട്ടികൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പോകുന്നതിൻ്റെ ഒരു വീഡിയോയാണ് കേട്ടോ. നിങ്ങൾ കണ്ടു തുടങ്ങുമല്ലേ, നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാമേ. ചെറുതല്ലേ വെച്ച് വണ്ണം പാകാവോ? അതിൻ്റെ വലുത് വേണ്ടി വരും. ഇതിൻ്റെ വലുത് വേണ്ടി വരുമോ നിനക്ക്? ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട അതിൽ ഇതല്ലേ നല്ലത്? ആ ഇത് രണ്ടും ഒരേ മുറിലല്ലേ? ഇതൊക്കെ ഒരുമാതിരി ഇതുപോലെ ഇരിക്കും. ഡാലിയ മോക്ക് റെഡ് ഉടുപ്പ് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ കിടന്ന് തപ്പോട് തപ്പാണ് കിടന്ന്. അവൾക്ക് ഇഷ്ടപ്പെടുന്നത് ഒന്ന് ഇഷ്ടപ്പെട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും കാണാത്ത പിന്നെ അവൾ പറയും അത് വേണ്ടെന്ന് പറയും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് അത്ര പിടിച്ചൊന്നുമില്ല. അത് കഴിഞ്ഞത്തേക്ക് അവൾക്ക് വേണ്ടത് നെറ്റിൻ്റെ മോഡലാണെന്ന് പറഞ്ഞു. പക്ഷെ ഇത് നെറ്റിൻ്റെ മോഡലല്ലെന്നാണ് പറഞ്ഞത്. അത് കാരണം അവൾക്കത് വേണ്ട, നെറ്റിൻ്റെ തന്നെ മതിയെന്ന് പറഞ്ഞ്. അപ്പോൾ അത് കാരണം ഇവിടെ നിന്ന് പോയി അടുത്തൊരു കടയിൽ പോയിട്ട് നോക്കാമെന്ന് വെച്ചു. കാരണം ആ കടയിൽ നമ്മൾ ആദ്യം കണ്ടായിരുന്നു നെറ്റിൻ്റെത്. എന്നാലും നമ്മൾ വേറെ കടയിൽ കയറി നോക്കിയതാണ് സംഭവം ഉണ്ടോ നല്ലതുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ആദ്യം കണ്ട കടയിൽ തന്നെ മതി എന്ന് പറഞ്ഞു. അത് കാരണം അവർ തിരിച്ച് വീണ്ടും ആ കടയിൽ തന്നെ പോയി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവരവിടെ നിന്ന് ഇപ്പോൾ ഈ രണ്ടാമത് കയറിയ കടയിൽ നിന്ന് അവർ ആദ്യം കണ്ട കടയിലോട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ ആദ്യം പോയപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇനി പോകുമ്പോഴത്തേക്ക് അതിൻ്റെ കാണിച്ചു തരാം കേട്ടോ, അവിടെ ചെല്ലുമ്പോഴുള്ള കാര്യങ്ങളെ. ഒരുപാട് കളക്ഷൻസ് ഉള്ള കടയാണ് കേട്ടോ. ഇനിയിപ്പോൾ ക്രിസ്മസൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും കടകളിലൊക്കെ. വളരെ വലിയ കടയാണ്, ഒരുപാട് മോഡലുകളൊക്കെ ഉള്ള കടയാണ് കേട്ടോ. ഡ്രസ്സിൻ്റെ ഒരുപാട് സെലക്ഷൻസൊക്കെ ഉള്ളതാണ്. ഞങ്ങളിവിടെ വന്ന് ഡ്രസ്സൊക്കെ എടുക്കാറുള്ളതാണ്. പിന്നെ അവൾക്ക് ക്രിസ്മസിന് റെഡ് തന്നെ വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തപ്പി നടക്കുകയാണ്. വെറുതെ റെഡ് അല്ലല്ലോ, അവളുടെ ഇഷ്ടത്തിന് എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ ഓരോ കടകളിലും കയറി ഇറങ്ങി അവളുടെ ഇഷ്ടത്തിന്, അവളാണല്ലോ ഇടുന്നത്, അപ്പോൾ അവളുടെ ഇഷ്ടത്തിന് തന്നെ എടുക്കട്ടെ എന്ന് വെച്ച് അത് കാരണം ഇങ്ങനെ തപ്പി നടക്കുകയാണ്. നമുക്കും ആ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ തപ്പി നടക്കുന്നതൊക്കെ കണ്ട് ആ കൂടെ നമുക്കും ഒന്ന് പോയി നോക്കാം അല്ലേ, ഇവൾ എന്നാക്കി എടുക്കണേന്നൊന്നും അറിയാമല്ലോ. കണ്ട അങ്ങനെ നമ്മൾ ഈ കടയിൽ നിന്ന് പുറത്ത് പോവുകയാണ് കേട്ടോ. കണ്ടോ, വൈക്കം ടൗൺ തന്നെയാണ് നമ്മൾ കാണുന്നത്. വൈക്കത്തെ തിരക്കിലൊക്കെ ഒഴിഞ്ഞ് ഇപ്പം കണ്ടോ സാധാരണ കടകളൊക്കെ ഇപ്പോൾ ഓപ്പണായി. ഈ സമയത്തൊക്കെ ഇതൊക്കെ അടച്ചിട്ടിട്ടേക്കായിരുന്നു. നമ്മൾ കണ്ടല്ലോ, നല്ല തിരക്കായിരുന്നു ഈ റോഡിലൊക്കെ. നമ്മൾ വൈക്കത്തെ അഷ്ടമിയുടെ സമയത്ത് നമ്മൾ കണ്ടതല്ലേ. കണ്ടോ, നമ്മളിത് ചെയ്താൽ തിരിച്ച് നമ്മൾ കൂടലിയിൽ വന്നേക്കുവാണ് കേട്ടോ. ഇവിടെ അവൾക്ക് എന്നാണ് അവൾ ഉദ്ദേശിച്ച മോഡലുണ്ടെന്നും പറഞ്ഞ് അവൾ നോക്കിയാണ്. ഈ കടയിലും വന്ന് നമ്മൾ ഡ്രസ്സ് എടുക്കാറുള്ളതാണ്.
നല്ല കടയാണ് കേട്ടോ. ഉം, ഒരുപാട് നല്ല കളക്ഷൻസൊക്കെ ഉള്ള കടയാണ്. നമ്മളെപ്പോഴും വരാറുള്ള കട തന്നെയാണിത്. അപ്പോൾ അവളിങ്ങനെ നോക്കുവാണ്, അവൾക്ക് അതിൻ്റെ അകത്ത് ഏത് മോഡലാണ് വേണ്ടത് എന്നൊക്കെ അവൾ നോക്കുകയാണ് കേട്ടോ. ഒരുപാട് മോഡലുകൾ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അത് കാരണം ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനായിരുന്നു അവൾക്ക്. എല്ലാം തന്നെ ഇഷ്ടപ്പെട്ടു. അതിൽ ഒരെണ്ണം അവൾ സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു കേട്ടോ. നോക്കിയേ, ക്രിസ്മസിൻ്റെയൊക്കെ ഇനി തിരക്കുകളാണ് ഇനിയിപ്പോൾ കടകളിൽ തുടങ്ങാൻ പോകുന്നത്. നമുക്കവിടെ ക്രിസ്മസിൻ്റെ തിരക്കിനുള്ള ആ ആരംഭമായിട്ട് അവർ റെഡ് കളറും വൈറ്റ് കളറൊക്കെയുള്ള കോമ്പിനേഷൻ ഡ്രസ്സൊക്കെ ഒരുപാട് കൊണ്ടുവന്ന് അവരവിടെ തൂക്കിയിട്ടേക്കുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ. കണ്ടോ, അവൾ ഇങ്ങനെ തപ്പി നടക്കുകയാണ്. അവൾ ഉദ്ദേശിച്ച ടൈപ്പ് എന്താണോ ഉദ്ദേശിച്ചത് നമുക്ക് നോക്കാം. പോയി അവൾക്ക് ഉദ്ദേശിച്ചതൊക്കെ ഇവിടെ തന്നെ ഉണ്ടോ എന്നുള്ളത്. ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ നമ്മളെടുത്തത്. അങ്ങനെ എടുത്തുകൊണ്ട് വന്ന് അവളുടെ ഇഷ്ടത്തിന് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അത് കാണിച്ചു തരാം കേട്ടോ അവൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക്. എനിക്ക് ഓരോന്നും എടുത്ത് വെച്ച് നോക്കുവാണ് ഏതാ എന്താന്ന് പറഞ്ഞുകൊണ്ട്. നമ്മൾ കടകളിൽ ഡ്രസ്സ് എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതൊന്നും ആയിരിക്കില്ല നമ്മളെടുത്ത് അതിൻ്റെ ഭംഗിയൊക്കെ കണ്ട് നമ്മളെടുത്ത് വെച്ച് നോക്കുന്നതല്ലേ. എല്ലാവരും അങ്ങനെ തന്നെയാണോ? നമ്മൾ ഓരോന്നും അവിടെ ഇരിക്കുന്നതെല്ലാം എടുത്ത് വെച്ച് നമ്മൾ നോക്കും. എത്ര കണ്ടാലും മതി വരൂല. ഓരോന്നെടുത്ത് നമ്മളിങ്ങനെ നോക്കി നോക്കി സമയം പോണത് അറിയത്തേ ഇല്ല അല്ലേ. ഇഷ്ടപ്പെട്ട ഓരോ ഉടുപ്പ് എടുത്ത് നോക്കിയിട്ട് അവൾ പറയും അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് അത് മടക്കി വയ്ക്കും. ഒന്നാമത് ബില്ല് സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകാൻ പോയി കഴിയുമ്പോൾ അവൾ നോക്കുമ്പോൾ അവിടെ അടുത്ത ഉടുപ്പ് കാണും. അന്നേരം അടുത്തതും എടുത്ത് നോക്കും. അങ്ങനെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര കണ്ടാലും മതി വരൂലല്ലോ. കാരണം പുതിയ ഉടുപ്പുകളൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണാൻ എന്താ ഒരു ഭംഗി. വേറെ എന്തെങ്കിലും വേണമെങ്കിൽ മേടിക്കും. ഇവക്കും കൊച്ചിന് ടൈറ്റ്സ് വാങ്ങിച്ചു. ഇവർക്ക് ടൈറ്റ്സും വാങ്ങിക്കണം. എനിക്കിട്ടില്ലല്ലോ. വളരെ മനോഹരമായിട്ടുള്ള ഒരു പുൽക്കൂടാണ് ഈ കടയുടെ ഉള്ളിലുള്ളത്. നമ്മുടെ കൂടലി, വൈക്കത്തെ കൂടലിയുടെ കടയുടെ ഉള്ളിലാണ് കേട്ടോ നമ്മൾ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ഈ പുൽക്കൂട്. സിംലക്ക് ടൈറ്റ്സ് വേണം നടത്തോടി. ഇഞ്ചിൻ്റെ ചിറക്, ഇഞ്ചിൻ്റെ ഇറകല്ലേ, ബട്ടർഫ്ലൈയുടെ ഇറകാണ്. എന്തിൻ്റെ ഇറക്? ബട്ടർഫ്ലൈയുടെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇഷ്ടമായോ ഇന്നത്തെ വീഡിയോ? ഇന്ന് നമ്മളൊരു കൊച്ചു പർച്ചേസിങ് വീഡിയോ ആയിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലോട്ട് ഇതാ വന്നത്. അവർ ഡ്രസ്സ്, ഒരു റെഡ് ഉടുപ്പ് തപ്പി നടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇന്ന് കൂടുതലായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാട്ടിത്തന്നത്. സെൻട്രലിലേക്ക് എടുത്ത പാദസരവും അതുപോലെ ഏഞ്ചലിൻ്റെ ആ റെഡ് കളറിലെ ഉടുപ്പൊക്കെ നിങ്ങളുമായിട്ട് ഒന്ന് കറങ്ങി നടന്നൊന്ന് നമുക്ക് മേടിക്കാം, നിങ്ങളെ കൂട്ടി പോയി മേടിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ എല്ലാവർക്കും നമ്മുടെ ഈ പോയ കടകളിലെ കാഴ്ചകളൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. നല്ല ഭംഗിയില്ലേ ഇത് നിരനിരന്ന് നിൽക്കുന്ന നോക്കി, നല്ല ഭംഗിയുണ്ടല്ലേ അവരങ്ങനെ നിൽക്കുന്നതൊക്കെ കാണാൻ. അങ്ങനെ നമ്മൾ കടയിൽ കയറി നമ്മൾ
ഇപ്പം നമ്മൾ പോയി ഡ്രസ്സ് എടുത്തത് കൂടലിൽ നിന്നാണ് എടുത്തത്. നല്ല ഡ്രസ്സാണ്, നല്ല ഭംഗിയുണ്ട്, ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ. പിന്നെ കടയ്ക്കുള്ളിൽ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത് കാണാൻ വളരെ മനോഹരമായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമായിരുന്നു. ഇനി കുറച്ച് ദിവസം കൂടെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ തിരക്കും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും കടകളിൽ. അത് കാരണം നേരത്തെ പോയി അവരെടുത്തതാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഒരുപാട് കൂട്ടുകാർ പറയുന്നുണ്ട്, ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു പക്ഷേ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല, ഞങ്ങൾ അറിയുന്നില്ല വീഡിയോ, അതെന്താ വന്നില്ലല്ലോ എന്നൊക്കെ. നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ അവിടെ ആ ഒരു ബെല്ലിൻ്റെ പടമുണ്ട്, ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടാൽ മാത്രമേ ഉള്ളൂ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനായിട്ട് അവിടെ വരത്തുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും. നമ്മുടെ ചാനലിൽ നമ്മൾ 2 തരം വീഡിയോസ് നമ്മൾ പ്രധാനമായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഷോർട്ട് വീഡിയോയും പിന്നെ ഒന്ന് ലെങ്ത് വീഡിയോയും കേട്ടോ. ഷോർട്ട് വീഡിയോയ്ക്ക് ആ ഷോർട്ട് എന്നുള്ള നമ്മുടെ ചാനലിൻ്റെ അകത്ത് ആ ഒരു ഹെഡിൽ കിടപ്പുണ്ട്. അത് വളരെ കുറച്ച് മിനിറ്റുകൾ അല്ലെ സെക്കൻഡുകൾ, 1 മിനിറ്റ് കൂടുതൽ ആ വീഡിയോസ് ഒന്നും തന്നെ ഇല്ല. എല്ലാം മാക്സിമം 1 മിനിറ്റിനുള്ളിൽ നിൽക്കുന്ന വീഡിയോസാണ് ഷോർട്ടിലുള്ളത്. കയറി കാണണേ.